ജീവിതം തകർന്നു പോയതിൻ്റെ ഒരു അനുഭവം. അത് നമ്മൾ റിയൽ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് അറിയാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ പലപ്പോഴും ഇപ്പം ബോഡി ഷെയ്മിങ് എന്ന് പറയും. എന്നെ സംബന്ധിച്ച് എനിക്ക് കാസ്റ്റ്, ക്രീഡ് ഏത് രീതിയിലാണെങ്കിലും ഷെയ്മുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ 2 കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഡക്റ്റ്, വളരെ മീഡിയം. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എൻ്റെ അച്ഛൻ 2ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ പഠനത്തിൽ സ്കൂളുകളിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങളാണ് ഒരുപക്ഷെ എന്നെക്കൊണ്ട് 7-8 ഡിഗ്രികൾ എടുപ്പിച്ചതും ഇത്രയും തലത്തിലേക്ക് എത്തിയത്. ഒരു ആവറേജ്, ബിലോ ആവറേജ്, ഒരു ഓർഡിനറി വ്യക്തിയായിട്ടുള്ള ഞാൻ മാസമായിട്ട് ഉറക്കമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലുണ്ടായ പെയിനുകൾ. അതുപോലെ തന്നെ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഞാൻ 10 പുസ്തകങ്ങൾ എഴുതിയത്, +1 +2 ബയോളജി പുസ്തകങ്ങൾ എഴുതിയതുമെല്ലാം ഒരുപക്ഷെ ഈ പറയുന്ന ഇൻസൾട്ടുകൾ ഒരുപാടുണ്ടായി. അപ്പം നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ പേരൊരു പ്രീ ജഡ്ജഡായിട്ടാണ് കാണുന്നത്. ഒരു മുൻധാരണയോടുകൂടിയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ തലമുടിയും താടിയും നരച്ചതാണ്. കാരണം പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മയും അച്ഛനും നേരത്തെ നരച്ചത്. പിന്നെ ഞാൻ ഒരുപാട് ചിന്തിക്കുമെന്നുള്ളത് കൊണ്ടും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പം അതപ്പോൾ തല ഒരുപാട് ചൂടായി. ഞാൻ MSc പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മീശയും താടിയെല്ലാം നരച്ചിരുന്നു. പിന്നെ ഞാനൊരു കളർ ഡൈ ഉപയോഗിച്ച് ഉള്ള കളർ ബ്ലാക്കും കൂടെ വെളുപ്പായിപ്പോയി. കളർ ഡൈയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് അവരുടെ മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഇപ്പോൾ വിനീത് സാർ എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് വിനീത് സാറിൻ്റെ ആദ്യ പടം ഹരിഹരൻ സാറിൻ്റെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനും വിനീത് സാറും തമ്മിൽ 1-2 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. എന്നെക്കാൾ എത്രയോ മൂത്തതാണ് ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ കുറയ്ക്കപ്പെടാൻ ഇഷ്ടപ്പെടാത്തത് ആ വെള്ളത്താടിയില്ലേ, അല്ലെങ്കിൽ ആ താടി നമ്മൾ മുൻധാരണയോടുകൂടി കുറേ വിധിക്കും. മനസ്സിലായില്ലേ? നമ്മളെക്കാളൊക്കെ പ്രായമുള്ള, എനിക്ക് എത്ര പ്രായമുണ്ടെന്നുള്ളതല്ല വിഷയം. നമ്മളുടെ ജീവിതാനുഭവങ്ങൾ, നമുക്കൊരു ക്യാരക്ടർ തന്നാൽ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മിടുക്കരായ യൂട്യൂബേഴ്സാണ്, നിങ്ങൾ കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ആര് സഹായിക്കാനില്ലാതെ തെരുവിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം, അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ അങ്ങനെയൊക്കെ എത്തുന്ന ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം സഹായിക്കാം? അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? ചാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ ഫാമിലിക്ക് വേണ്ടിയൊന്നും. അങ്ങനെ വന്നപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ലാലേട്ടൻ എന്നോട്, ബിഗ് ബോസിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് എൻ്റെ സീസണിൽ, 2ാമത്തെ സീസണിൽ കട്ടയ്ക്ക് കളിക്കുകയും ആത്മാർത്ഥമായി ചെയ്യും. ആ ഷോയ്ക്ക് വേണ്ടി ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ 5ാമത്തെ സീസണിൽ എന്നെ ചലഞ്ചറായിട്ട് അവർ കൊണ്ടുപോയത് ഏഷ്യാനെറ്റ്, അല്ലേ? അപ്പോൾ ഞാൻ ആ ഗുണത്തിന് വേണ്ടി മാത്രം ചെയ്യും. പക്ഷെ കുറച്ച് പേർക്ക് പലപ്പോഴും നമ്മളിൽ കുറേ തൊലി കറുത്തവരാണെങ്കിൽ ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, ജാതി നോക്കിയിട്ടാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പനൊരു ജാതി, അമ്മ ഒരു ജാതിയാണെങ്കിൽ ഇൻസൾട്ടാണ്, അപമാനമാണ്. സാമ്പത്തികം ഇല്ലെങ്കിൽ അപമാനമാണ്. അച്ഛനില്ലാതെ വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വരും. അമ്മ ഇല്ലാതെ കഴിച്ചാൽ ജീവിക്കും ഒരുപാട് പേര്. ഇങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും പേരുദോഷങ്ങളുടെ കൂമ്പാരങ്ങളും കിരീടങ്ങളും വെച്ച് നടന്നിട്ട് ചിരിച്ച് നടന്ന് ഇവിടം വരെ എത്തിയൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് പറയാനാണെങ്കിൽ ബേണിങ്ങായി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സമയം എത്തിയിട്ടില്ല. ഇവർ ഡോഗ് ഹാസ് എ ഡേ എന്ന് എപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തന്നെ പറയാറുണ്ട്. സോ എൻ്റെ ടൈമും വരും, അന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഉറക്കെ വിളിച്ച് പറയും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി, പിന്നെ ചിലപ്പോൾ ഞാൻ പടമായി ചെവരിലിരിക്കേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ ചെവരിൽ പടമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൃദ്ധസദനങ്ങളുകാർ എന്നെയും കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികൾ എന്നെയും കാത്തിരിക്കുന്നുണ്ട്. പഠിക്കാൻ മിടുക്കരായ അച്ഛനില്ലാത്ത അമ്മ വളർത്തുന്ന, അമ്മയില്ലാത്ത അച്ഛൻ വളർത്തുന്ന. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.